മാഷെ, ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായതിനു ശേഷം വലിയ സുരക്ഷയിലാണ്, വലിയ നിരീക്ഷണങ്ങളുമൊക്കെ നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ യു.പിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്, ഒരു ചൈനീസ് ചാരൻ പിടിയിലായി എന്നുള്ളത്. നമുക്കതൊരു നിസ്സാര സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. ചൈനയുമായിട്ടുള്ള നമ്മുടെ ഇണക്കങ്ങൾക്കിടയിലും പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രതിരോധ കരാർ യു.എസുമായിട്ടൊക്കെ ഒപ്പിടുമ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എന്തുകൊണ്ട് യു.എസുമായിട്ട് ഈ സാഹചര്യത്തിൽ ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ചൈനയുടെ നടുക്ക് നമ്മളൊരു വര വരച്ചിട്ടുണ്ട്, ഒരു ലക്ഷ്മണ രേഖ ചൈനയ്ക്ക് വരച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കുമ്പോഴാണ് അത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ആ സാഹചര്യത്തിലാണ് ഒരു ചൈനീസ് ചാരനെ പിടികൂടുന്നത്. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ മാഷെ? അല്ല, തീർച്ചയായിട്ടും ഒരു പുതിയ സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ ഒരു വനിതയെ അതെ ചൈനീസ് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു. അവർ അരുണാചൽ പ്രദേശുകാരിയാണ്, ഇന്ത്യൻ പാസ്പോർട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, NRI ആയിട്ട് UK കഴിയുന്ന ഒരാളാണ്. UK നിന്ന് അവർ ജപ്പാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഇടത്താവളം എന്ന നിലയിൽ 3 മണിക്കൂർ നേരത്തേക്ക് ഷാങ്ഹായ് എയർപോർട്ടിൽ ഇറങ്ങിപ്പോയി എന്നതാണ്. അവിടുത്തെ സെക്യൂരിറ്റി അവരെ, എമിഗ്രേഷൻ ടീം അവരെ തടഞ്ഞു വെച്ച് 18 മണിക്കൂർ നിരന്തരമായി ചോദ്യം ചെയ്ത് ഉപദ്രവിച്ചൊക്കെ സാഹചര്യം ഉണ്ടായി. അത് ആഗോളതലത്തിൽ വലിയ വിഷയമായി നിൽക്കുമ്പോഴാണ് ചൈനയുടെ വിദേശകാര്യ വകുപ്പിന് മറുപടി പറയേണ്ടി വന്നു. പക്ഷേ മറുപടി തൃപ്തികരമായിരുന്നില്ല. പകരം ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് അതിന് മറുപടി പറഞ്ഞു. പക്ഷേ ആ മറുപടിയിൽ മുഴച്ചു നിന്നൊരു സംഗതിയുണ്ട്. ആ മറുപടിയിൽ മുഴച്ചു നിന്ന പ്രധാനപ്പെട്ട ഘടകം രണ്ടു കൂട്ടരും പരസ്യമായി വെളിപ്പെടുത്തി, ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി വെളിപ്പെടുത്തുകയാണ്, അരുണാചൽ പ്രദേശിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അരുണാചൽ പ്രദേശ് എന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയുടേത് ആണ് എന്ന് ഇന്ത്യക്ക് യാതൊരു തർക്കവുമില്ലല്ലോ, യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ ഭൂപടത്തിലുള്ളതാണ്, ഇന്ത്യയുടെ സ്റ്റേറ്റ് ആണ്, എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതല്ല, ഞങ്ങളുടേതാണ്. അതിൻ്റെ പേര് പോലും അരുണാചൽ പ്രദേശ് അല്ല, അവരുടേതായ പേരിട്ട് ചൈനയുടേതാണെന്ന് അവകാശപ്പെടുന്നു. അതുകൊണ്ട് അരുണാചൽ പ്രദേശിൽ, അതാണ് കാര്യം. പെമ എന്ന പേരുള്ള ആ യുവതി യാത്ര ചെയ്യുമ്പോൾ വാങ്ജുക്ക് അല്ലേ, അപ്പോൾ അവരുടെ പേര്, അപ്പോൾ എന്താ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ജന്മസ്ഥലം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ് ജന്മസ്ഥലമെങ്കിൽ അങ്ങയുടെ പാസ്പോർട്ട് സ്വീകാര്യമല്ല. കാരണം അരുണാചൽ പ്രദേശാണ് ജന്മസ്ഥലമെങ്കിൽ പിന്നെ ചൈനീസ് പാസ്പോർട്ട് വേണം എന്നായിരുന്നല്ലോ അവരുടെ ക്ലെയിം. നഗ്നമായ ക്ലെയിമാണ്, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ക്ലെയിമാണ്. ആ ക്ലെയിം നിലനിൽക്കുന്ന സമയത്താണ്, ആലോചിച്ച് നോക്കുക, ഏതാണ്ട് അതേ സമയത്ത് അതിൻ്റെ തൊട്ട് പിറ്റേന്നാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യഥാർത്ഥത്തിൽ പിടിയിലായത്. കസ്റ്റഡിയിലുണ്ടായിരുന്നു, ചോദ്യം ചെയ്തുകൊണ്ട്. തിങ്കളാഴ്ചയാണ് ഒരു ചാരനാണ്, ചൈനീസ് ചാരനാണെന്ന് പ്രത്യക്ഷത്തിൽ സംശയിക്കുന്ന ഒരാളെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടീം, SI ടീം, നമ്മുടെ SSBയും അറസ്റ്റ് ചെയ്തിട്ട് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേസ്. അദ്ദേഹത്തിൻ്റെ പേര്, ഈ പൗരൻ്റെ പേര് ലിയു കുഞ്ചിങ് എന്നാണ്. 49 വയസ്സാണ് ലിയു കുഞ്ചിങ്. ഇദ്ദേഹത്തെ നമ്മളെ പട്ടാളക്കാർ ശ്രദ്ധിച്ചത് ഈ ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ്. ഉത്തർപ്രദേശിനകത്ത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലെ റുബൈദിഹ എന്ന സ്ഥലത്താണ്. ബോർഡറിലും അല്ല, ബോർഡറിൽ നിന്ന് ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് 60 മീറ്ററോളം ഉള്ളിൽ വന്നിട്ട് അവിടെ SSBയുടെ ക്യാമ്പുണ്ട്. SSB എന്ന് പറഞ്ഞാൽ സായുധ അതിർത്തി സേനയാണ് പക്ഷേ അത് നേപ്പാൾ ഭൂട്ടാൻ അതിർത്തികളിലൊക്കെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ അതിർത്തി കാവൽ സേനയാണ്. സശാസ്ത്ര സീമാ ബൽ എന്നാണ് അതിന്റെ ഫുൾ പേര്. അപ്പോൾ കേന്ദ്ര അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള 7 കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ ഒന്നുകൂടിയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 1963 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സ്പെഷ്യൽ സർവീസ് ബ്യൂറോ എന്ന പേരിൽ സേന രൂപീകരിക്കുകയാണ്. SSB. അതുകൂടിയാണ് SSB. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 62 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് പ്രത്യേകമായിട്ടും ചൈനീസ് ആക്രമണത്തെയും ചൈനീസ് ചാരപ്രവൃത്തിയെയും തടയാൻ വേണ്ടി പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട അതിർത്തി രക്ഷാ സേനയാണ് SSB. ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഈ ചങ്ങാതി ലിയു കുഞ്ചിങ് എന്ന മനുഷ്യൻ ഇന്ത്യയുടെ അതിർത്തി കടന്നിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ വന്നിട്ട് ഈ SSBയുടെ ക്യാമ്പ് മുഴുവൻ ഫോട്ടോയിൽ പകർത്തുകയാണ് സ്വകാര്യമായി നിന്നിട്ട്.
അപ്പോൾ ഇയാൾ മാറി മാറി ഒന്നും രണ്ടുമല്ല, ഇയാളെ കയ്യിൽ 3 മൊബൈൽ ഫോണുകളുണ്ട്. മാറി മാറി നല്ല ഹൈ ഫ്രീക്വൻസി ക്യാമറയുള്ള 3 മൊബൈൽ ഫോണുകളുണ്ട്. ആ 3 മൊബൈൽ ഫോണുകളിലും നമ്മുടെ SSB അകത്തും പുറത്തുമുള്ള അതീവ സുരക്ഷാ കേന്ദ്രങ്ങളെ ഡീറ്റെയിൽസ് മുഴുവൻ പകർത്തുമ്പോഴാണ് നമ്മുടെ സൈനികരുടെ കണ്ണിൽപ്പെട്ടത്. അങ്ങനെയാണ് അയാളെ ഇവർ പിടികൂടിയത്. പിടികൂടിയപ്പോൾ ഇയാൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ലിയു കുഞ്ചിങ് ആണ് എൻ്റെ പേര്, ഞാൻ ചൈനക്കാരനാണ് എന്നത് ശരിയാണ്, പക്ഷേ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഡൽഹിക്ക് പോകണം. എന്തിനാ ഡൽഹിക്ക് പോകണം? ഞാൻ മരക്കച്ചവടക്കാരനാണ്, ഫർണിച്ചർ ഇൻഡസ്ട്രിക്ക് ഒരാൾ ചൈനയിൽ നിന്ന് ന്യൂഡൽഹിക്ക് പോകണമെങ്കിൽ എന്തെല്ലാം വഴിയുണ്ട്. അതിന് UP-യിലെ നേപ്പാൾ ബോർഡറിൽ വരേണ്ട കാര്യം എന്താണ്? SSB ആസ്ഥാനത്തിൻ്റെ പടം എടുക്കേണ്ട കാര്യം എന്താണ്? 3 ക്യാമറ 3 മൊബൈൽ ഫോണുകൾ കൈവശം വെച്ചിരിക്കുന്നു. മാത്രമല്ല അത്ഭുതകരമായൊരു കാര്യം, ഇയാളുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതാണ് ഇയാളെ തടഞ്ഞു വെക്കാൻ, അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇയാൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഫർണിച്ചർ വ്യാപാരം നടത്തുന്ന ആളാണെന്ന് പറയുന്നു. ഇയാളുടെ പാസ്പോർട്ടിൽ ഇയാൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലേക്കാണ്. പാസ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞാൽ അയാൾ പോയിട്ടുള്ളത് നേപ്പാളിലേക്കാണ്, പിന്നെ പോയിട്ടുള്ളത് വിയറ്റ്നാമിലേക്കാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ ഇയാൾക്ക് നിരന്തരമായി പോകുന്നുണ്ട്, നിരന്തരമായി യാത്ര ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒക്കെ ഡീറ്റെയിൽസും ഇയാൾക്ക് സ്ഥിരമായി വിസ ഉള്ളതുകൊണ്ടാണല്ലോ സ്ഥിരമായി വിസ എടുത്ത് പോകുന്നു. എന്താണ് കാര്യം? മാത്രമല്ല ഇയാൾ ഇപ്പം നിൽക്കുന്ന എവിടെയാണ്? ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും അതിർത്തിയിലാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കം നിലവിലുണ്ടെന്ന് മാത്രമല്ല, ആ അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷിയാണ് ചൈന. ഇന്ത്യയുടെയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നതിൽ താല്പര്യമുള്ള ഒരു രാജ്യമാണ് ചൈന. മാത്രമല്ല നേപ്പാളിൽ ഈയിടെ നടന്ന കലാപം ഉണ്ടല്ലോ, നേപ്പാളിൽ നടന്ന ജൻസി കലാപത്തിന്റെ യഥാർത്ഥ കാരണം അവിടുത്തെ ഗവൺമെന്റ് KP ശർമ്മ ഒലി, ആ ഗവൺമെന്റ് കഴിഞ്ഞ അതിരൂക്ഷമായ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തതിൻ്റെ കൂടി ഫലമാണ് അവിടുത്തെ കലാപം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ജൻസി കലാപത്തെ തുടർന്നാണ് ഇയാളുടെ വരവ്. ഇൻഡോ ബോർഡറിലാണ്. ഈ ഒരുപക്ഷെ ഈ നേപ്പാളിലെ ജൻസി കലാപത്തെ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാവും SSB, നമ്മുടെ അതിർത്തി രക്ഷാ സേന. ആ SSBയുടെ അകത്തെ ഡീറ്റെയിൽസ് ആണ് ഇയാൾ എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും സംശയാസ്പദമാണ്. അപ്പോൾ ഇത് വളരെ വിജിലൻ്റായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ ഈ UP പോലീസും SSBയും കൂടി അറസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ഇന്ത്യ ചൈന അതിർത്തിയിലെ, അതുപോലെ വിദേശത്ത് നിന്ന് കടന്നു വരുന്ന ഈ ഇമിഗ്രൻസിൻ്റെ നുഴഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ട്. അതിന് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട്. അവരെ വിളിച്ചു വരുത്തി അവരാണ് അറസ്റ്റ് ചെയ്തത്. ഈ 2025 ഇക്കൊല്ലം തന്നെ നമ്മൾ പ്രത്യേകമായി പാസ്സാക്കിയ നിയമമുണ്ട്, വിദേശ കുടിയേറ്റ നിയമത്തിൽ. അതായത് വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ പ്രത്യേകമായി അവരുടെ മേൽ ചെലുത്തേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ഒരു നിയമമാണത്. 2025 ഇക്കൊല്ലം പാസ്സാക്കിയ നിയമമാണ്. ആ നിയമത്തിലെ സെക്ഷൻ 21 വകുപ്പ് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ ചൈനയിൽ അനധികൃതമായി തടഞ്ഞു വെച്ചതിൻ്റെ കോലാഹലം അടങ്ങുന്നതിന് മുമ്പാണ് ഒരു ചൈനീസ് ചാരനെ ഇന്ത്യയിൽ തടഞ്ഞു വെക്കുന്നത്. ഇത് ഒന്നിന് ബദലെന്നല്ല കാണേണ്ടത്. പകരം ചൈന കുറേ കാലമായി ഇന്ത്യക്കെതിരായി രൂപപ്പെടുത്തി വരുന്ന കൃത്യമായൊരു അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ട വെളിവായതാണ് കഴിഞ്ഞ ദിവസം. ചൈനീസ് വിദേശകാര്യ വകുപ്പ് വളരെ കൃത്യമായിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഈ മാവോ നിങ് എന്ന പേരുള്ള ഒരാൾ, ഒരു ഉദ്യോഗസ്ഥൻ, വിദേശകാര്യ വക്താവാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. പക്ഷെ 18 മണിക്കൂർ തടഞ്ഞു വെക്കാൻ മാത്രം കാര്യം എന്ത്? 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകേണ്ടിയിരുന്ന ആ വിമാനത്തിൽ എന്തുകൊണ്ട് അവരെ പറഞ്ഞയച്ചില്ല? എന്തുകൊണ്ട് അവരെ യാത്ര മുടക്കി? അത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി ഇതാണ്. എന്താ മറുപടി? അരുണാചൽ പ്രദേശ് എന്ന് കണ്ടു, അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണ്, അതിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചൈനീസ് ഭാഷയിൽ പേരിട്ടു. അത് അരുണാചൽ പ്രദേശിന് മൊത്തമായിട്ട് മാത്രമല്ല, അരുണാചൽ പ്രദേശിലെ ഓരോ തഹസിലുകൾക്കും ഓരോ ജില്ലക്കും ഇവർ പേരിടുന്നുണ്ട്. ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നിട്ട്, നമ്മുടെ അതിർത്തി കടന്നു വന്നിട്ടാണ് അവിടെ ചൈനീസ് ഭാഷയിലുള്ള നെയിം ബോർഡുകൾ സ്ഥാപിക്കുന്നു. അത് വലിയ വാർത്തയാണ് ഇന്നും. ഇന്ത്യ ഗവൺമെൻറ് ക്ഷമയോടെ നിലകൊള്ളുന്നത് പല കാരണങ്ങളാലാണ്. ഒന്ന്, പെട്ടെന്ന് ചൈനയെപ്പോലെ ഒരു രാജ്യത്തെ പിണക്കുന്നതിന് പകരം
സമാധാനപരമായ ചർച്ചയിലൂടെ ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനമാക്കുന്നതാണ് നല്ലത് എന്ന ഇന്ത്യയുടെ നയം. 2, അമേരിക്കയെ പോലുള്ള വൻകിട ശക്തികൾ ഇന്ത്യയെ വിഴുങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അവർ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രയോറിറ്റി, ഇന്ത്യയുടെ സുപ്രധാന സുരക്ഷാ മുൻഗണന തീർച്ചയായിട്ടും അതിലായതുകൊണ്ട് കൂടിയാണ് ചൈനയെ ഇപ്പോൾ ഒരു സൗഹാർദ്ദപൂർവ്വം നിലനിർത്തുന്നത്. അപ്പോഴും ചൈനയുടെ ഭീഷണി വളരെ വളരെ പ്രധാനമാണ്, സുപ്രധാനമാണ് എന്ന് ഇന്ത്യ കാണുന്നതിൻ്റെ കൂടി ഫലമായിരിക്കണം അമേരിക്കയുമായി പോലും സൈനിക കരാറുകൾക്ക് നമ്മൾ സമീപകാലത്ത് മുൻകൈയെടുത്തത്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഒരു സൂചനയും ഒരു തെളിവും കൂടിയാണ് വളരെ പ്രകടമായ ഒരു ചൈനീസ് ചാരപ്രവൃത്തി നടത്തുന്ന ഒരാളെ ഇന്ത്യൻ മണ്ണിൽ വെച്ച്, ഇന്ത്യയുടെ അതിർത്തിയിൽ വെച്ച്, അതും ഇന്ത്യയുടെ അതീവ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടികൂടിയത്. വളരെ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലേക്കാണ്. ഇൻഡോ ചൈന റിലേഷനിൽ വളരെ ഗുരുതരമായ സംഭവവികാസങ്ങളിലേക്ക് നമ്മൾ നടന്നടുക്കുന്നു എന്ന് വേണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ നിരന്തരം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ഒടുവിലത്തെ ഈ ചാരനെ പിടികൂടിയത് കൂടി ചേർത്ത് വായിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.